പഞ്ഞിമിഠായിയുടെ വിൽപ്പനയും നിർമ്മാണവും നിരോധിച്ച തമിഴ്നാട് സർക്കാർ. അർബുദ രോഗത്തിന് കാരണമാകുന്ന രാസവസ്തു ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായി അഥവാ കോട്ടൺ ക്യാൻഡിയുടെ വിൽപ്പന നിരോധിച്ചു. പഞ്ഞിമിഠായിയിൽ ശരീരത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. പഞ്ഞിമിഠായികളിൽ നിറം നൽകാൻ ചേർക്കുന്ന റോഡമിൻ ബി എന്ന പദാർത്ഥം അർബുദ രോഗത്തിന് കാരണമാകുന്നുവെന്നാണ് സർക്കാർ ഫുഡ് അനാലിസിസ് ലബോറട്ടറിയുടെ കണ്ടെത്തൽ. നേരത്തെ ഇതേ കാരണത്താൽ പുതുച്ചേരിയിലും പഞ്ഞിമിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പഞ്ഞിമിഠായിയുടെ നിർമ്മാണത്തിൽ വിഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പുതുച്ചേരിയിൽ നിരോധനം ഏർപ്പെടുത്തിയത്. ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായ തമിളിസൈ സൗന്ദര്യരാജൻ ഇക്കാര്യം അറിയിച്ചത്. ഭക്ഷണ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പഞ്ഞിമിഠായിയിൽ റോഡമൈൻ ബി എന്ന ടോക്സിക് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് നിരോധനമെന്നും ഗവർണർ അറിയിച്ചിരുന്നു. കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പഞ്ഞിമിഠായി വാങ്ങിക്കൊടുക്കാതിരിക്കൂ എന്നാണ് പുതുച്ചേരി ഗവർണർ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നത്. റോഡമിൻ ബി എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യമാണ് പഞ്ഞിമിഠായിയിൽ കണ്ടെത്തിയത്. തുണിത്തരങ്ങൾ, മഷികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയിൽ നിറത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് റോഡമിൻ ബി എന്ന ഈ രാസവസ്തു. പുതുച്ചേരിയിൽ പഞ്ഞിമിഠായി നിരോധിച്ചതിന് പിന്നാലെ തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പും സാമ്പിളുകൾ പരിശോധിക്കുകയായിരുന്നു. ഇതിനിടയിൽ റോഡമിൻ ബിയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതേ തുടർന്നാണ് നിരോധിക്കാൻ ഉത്തരവിട്ടത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 വകുപ്പുകൾ പ്രകാരം ഇവ സുരക്ഷിതമല്ലാത്ത ഭക്ഷണ പദാർത്ഥമാണ്. 2006 സർക്കാർ പുറത്തിറക്കിയ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഇത് ഉത്തരവിൽ കൃത്യമായി പറയുന്നുമുണ്ട്. പഞ്ഞിമിഠായിയുടെ നിർമ്മാണം, പാക്കറ്റിംഗ്, കയറ്റുമതി, കച്ചവടം എന്നിവയെല്ലാമാണ് നിരോധിച്ചിരിക്കുന്നത്. വിവാഹാഘോഷങ്ങളിലും മറ്റും ഇവ വിതരണം ചെയ്യുന്നതിനും വിലക്കുണ്ട്. ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നിർദ്ദേശം ലംഘിച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും സർക്കാർ അറിയിച്ചു. പഞ്ഞിമിഠായിക്ക് നിറം നൽകാൻ വേണ്ടിയാണ് റോഡമിൻ ബി ഉപയോഗിക്കുന്നത്. ഇത് ശരീരത്തിനകത്തെത്തിയാൽ ക്യാൻസർ ഉൾപ്പെടെ നിരവധി മാരക രോഗങ്ങൾക്കും കാരണമായേക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുട്ടികളാണ് പഞ്ഞിമിഠായി കൂടുതലും കഴിക്കുക. ഇത് കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും നിരോധനത്തിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്തി നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ എല്ലാ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നിർദ്ദേശം നൽകിയതായി ആരോഗ്യ പൊതുജനക്ഷേമകാര്യ മന്ത്രി സുബ്രഹ്മണ്യൻ അറിയിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് വടക്കൻ ഗോവയിലെ ഒരു സിവിൽ ബോഡി വഴിയോര സ്റ്റാളുകളിൽ ഗോബി മഞ്ചൂരിയൻ വിൽക്കുന്നത് നിരോധിച്ച ഉത്തരവിറക്കിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിനാലാണ് നിരോധനമെന്നാണ് അധികൃതർ അന്ന് അറിയിച്ചിരുന്നത്. 2022 വാസ്കോയിലെ ശ്രീ ദാമോദർ ക്ഷേത്രത്തിലെ മേളയിൽ ഗോബി മഞ്ചൂരിയൻ വിൽക്കുന്ന സ്റ്റാളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ സംസ്ഥാന ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ FDA സൗത്ത് ഗോവയിലെ മോർമുഗാവോ മുനിസിപ്പൽ കൗൺസിലിന് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഗോബി മഞ്ചൂരിയൻ വിൽപ്പനക്കാർ റീത്ത അഥവാ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം കായം അടങ്ങിയ പൊടിയിൽ നിർമ്മിച്ച നിലവാരമില്ലാത്ത സോസാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയാണ് മുതിർന്ന FDA ഡയറക്ടർ ജ്യോതി സർദേശായി പറഞ്ഞത്. വസ്ത്രങ്ങൾ അലക്കാനാണ് സാധാരണ റീത്ത ഉപയോഗിക്കുന്നത്.